കൊച്ചെന്താ ഡോർ അടയ്ക്കാതെ കിടന്നുറങ്ങിയത്? അയ്യോ, മോളെ, മോളെ, എന്താ അമ്മ? അമ്മ എന്താ ഈ നേരത്ത്? ഒന്ന് മയങ്ങി വന്നപ്പോ ഗൗതം വന്ന് പാറൂന്നും അമ്മേന്നൊക്കെ വിളിക്കുന്നത് പോലെ തോന്നി എനിക്ക്. ഉണർന്നപ്പോ നിന്നെ ഒന്ന് കാണുമെന്ന് തോന്നി എനിക്ക്. അങ്ങനെ കയറി വന്നതാ. അപ്പോ കഥക് ചാരിയിട്ടേ ഉള്ളല്ലോ എന്ന് കണ്ട് നോക്കിയപ്പോ ഈ കിടപ്പ് കണ്ടു. നീ എന്തിനാ മോളെ ഇങ്ങനെ വെറും നിലത്ത് കിടക്കുന്നത്? എന്താ, എന്തിനാ നീ ഇങ്ങനെ കരയുന്നേ? ഗൗതമില്ലാതെ എനിക്ക് കട്ടിലിൽ കിടക്കാൻ മനസ്സ് വരുന്നില്ലമ്മ. ഗൗതം അരികിലുണ്ടായിരുന്നപ്പോ ഞാൻ അനുഭവിച്ചിരുന്നൊരു സുരക്ഷിതത്വമുണ്ട്. പിണങ്ങിയിരിക്കുമ്പോ പോലും മനസ്സിന്റെ ഉള്ളിൽ എവിടെയോ ഒരു സന്തോഷം. അതങ്ങനെ അണയാതെ കിടക്കുമായിരുന്നു. ഇപ്പൊ എല്ലാം കെട്ടടങ്ങിയില്ല. ഗൗതം അവിടെ ജയിലിലെ നിലത്ത് കിടക്കുമ്പോ എനിക്ക് ഈ പട്ടുമെത്തയിൽ കിടക്കാൻ മനസ്സ് വരുന്നില്ല. നോക്കുമോളെ, അവൻ എത്രയൊക്കെ സങ്കടപ്പെട്ടാലും ഒരു നിമിഷം പോലും നീ വിഷമിക്കരുതെന്ന് എന്റെ മോൻ ചിന്തിക്കും. ആ നീ നിലത്ത് കിടക്കുന്നു എന്നറിഞ്ഞ അവനത് സഹിക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? ഞാൻ എഴുന്നേറ്റ് നടക്കുന്നതും വർത്തമാനം പറയുന്നതും ഒക്കെ എന്തുകൊണ്ടാണെന്നറിയോ? എന്റെ മകന്റെയും മകളുടെയും ഒക്കെ സ്ഥാനത്ത് നീ ഉണ്ട് എന്നുള്ള വിശ്വാസം കൊണ്ടാ. സത്യം പറഞ്ഞ നീ തരുന്ന ധൈര്യം എന്റെ ജീവൻ നിലനിർത്തിക്കൊണ്ടു പോകുന്നത് പോലും. നീ തളർന്നു പോകരുത് മോളെ. നോക്ക്, ഏത് പ്രതിസന്ധി വന്നാലും ഗൗതമിന് പോലും ഒരു വാക്കുകൊണ്ട് ആത്മവിശ്വാസം ഉണ്ടാക്കി കൊടുക്കുന്നവളാ നീ. ആ നീ ഇങ്ങനെ നിരാശപ്പെട്ടാലോ? ആലോചിക്ക്, നിനക്ക് പറ്റും. പ്രണവിനെ കണ്ടുപിടിക്കാനും ഗൗതമിനെ ജയിലിൽ നിറക്കാനും നിന്നെ കൊണ്ടാവും മോളെ. നീ തളർന്നു പോയ പിന്നെ ആരാ ഇതിനൊക്കെ? ഇല്ലമ്മ, സങ്കടം കൊണ്ട് പറഞ്ഞു പോയതാ. പക്ഷെ എന്റെ ഈ സങ്കടത്തിന് തോറ്റ് കീഴടങ്ങിയെന്നൊരർത്ഥമില്ല. ഇനി ഈ ജീവിതത്തിൽ എന്തൊക്കെ നഷ്ടങ്ങൾ സംഭവിച്ചാലും എത്ര കരഞ്ഞാലും ആ കണ്ണീര് തുടച്ചെല്ലാം മറന്നിട്ട് ഞാൻ പോരാട്ടത്തിനിറങ്ങും. ഗൗതമിനെ ജയിലിൽ നിന്ന് ഇറക്കുന്നത് വരെ ഞാൻ തളരില്ലമ്മ. അത് ഞാൻ അമ്മയ്ക്ക് തരുന്ന വാക്കാ. ഇപ്പോ നമുക്ക് പ്രണവിലേക്ക് എത്താൻ ഒറ്റ വഴിയേ മുന്നിലുള്ളൂ. ആ പവിത്രൻ. അവനാണ് ആരാണോ എന്താണോ എന്ന് അറിയത്തുമില്ല. പവിത്രൻ ആരായിരിക്കും ഈ പവിത്രൻ? പവിത്രന്റെ ഫോട്ടോ കോടതിയിൽ കൊടുത്തു എന്നല്ലാതെ കോടതിക്ക് അവനെ അന്വേഷിച്ചിറങ്ങാൻ പറ്റില്ലല്ലോ. എന്തായാലും പവിത്രന്റെ ഫോട്ടോ എന്റെ ഫോണിലുണ്ട്. അത് വെച്ച് എന്റേതായ വഴിയിൽ ഞാനൊരു അന്വേഷണം നടത്തും. പക്ഷേ ആകെ 10 ദിവസം നമ്മുടെ മുന്നിലുള്ളത്. എന്നാൽ ആ 10 ദിവസവും നമുക്ക് ഗൗതമിനെ ജയിലിലിട്ടിരിക്കാൻ പറ്റുമോ മോളെ? എത്രയും വേഗം ഗൗതമിനെ ഇറക്കണ്ടേ? അതിന് വേറൊരു വഴി ഞാൻ ആലോചിച്ചിട്ടുണ്ട്. എന്ത് വഴി?
ഹേബിയസ് കോർപ്പസ്. ഇപ്പൊ തോന്നിയൊരു ബുദ്ധിയാ. നാളെ തന്നെ വക്കീലിനെ കണ്ട് ഒരു ഹേബിയസ് കോർപ്പസ് ആദ്യം മൂവ് ചെയ്യണം. അതെന്ത് സാധനം? അങ്ങനെ ഒരു ഹർജിയിൽ ഒരാളെ കാണാനില്ലെന്നോ അന്യായമായി തടങ്കിൽ വെച്ചിരിക്കുകയാണെന്നോ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഹൈക്കോടതിയിൽ കൊടുത്താൽ പോലീസിനോട് കോടതി തന്നെ അന്വേഷിക്കാനുള്ള ഉത്തരവിടും. പിന്നെ പോലീസിന് ഉപേക്ഷ വിചാരിക്കാനാവില്ല. ഇവളപ്പോ പ്രണവിനെ കണ്ടുപിടിക്കാൻ വേണ്ടി ഹേബിയസ് കോർപ്പസ് ഹർജി കൊടുക്കാൻ പോവാണോ? ACP സാർ ഫോറിൻ ടൂർ കഴിഞ്ഞ് എത്തിയിട്ടില്ല. ഇവിടുത്തെ പോലീസുകാരൊന്നും പ്രണവിനെ വേണ്ട രീതിയിൽ അന്വേഷിക്കുന്നുമില്ല. അപ്പൊ പിന്നെ ഇതല്ലാതെ വേറെ വഴിയില്ലമ്മേ. കോടതി ഉത്തരവിന് പ്രകാരം പറഞ്ഞ കാലാവധിക്കുള്ളിൽ പോലീസിന് പ്രണവിനെ കണ്ടുപിടിച്ച് കോടതിയിൽ ഹാജരാക്കേണ്ടി വരും. അതിനൊക്കെ ഒരുപാട് സമയമെടുക്കില്ലേ മോളെ? എല്ലാ വഴിയും പരീക്ഷിച്ച് നോക്കാം നമുക്ക്. നിയമം നിയമത്തിന്റെ വഴിക്ക് പോട്ടെ. എന്റെ കയ്യിലുള്ള പവിത്രന്റെ ഫോട്ടോ വെച്ച് ഞാൻ അവനെ അന്വേഷിക്കും. അവനെ കണ്ടെത്തിയാൽ തന്നെ പ്രണവ് എവിടെയുണ്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. இன்னும் பல வீடியோக்களை காண சன் லைஃப் சேனலை சப்ஸ்கிரைப் பண்ணுங்க.